ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് രണ്ട് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസിൻ്റെ വീഡിയോ ആയിട്ടാണ്. വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള ഒരു വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും ഒരു വെണ്ടയ്ക്ക തൈര് കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഈ റെസിപ്പീസൊക്കെ എല്ലാവർക്കും ആണെന്നറിയാം. എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അധികം താമസിപ്പിക്കേണ്ട, നമുക്ക് റെസിപ്പീസ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതുപോലെ പിഞ്ച് വെണ്ടയ്ക്ക എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പം വെണ്ടയ്ക്കയൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ പിഞ്ച് വെണ്ടയ്ക്ക യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പം ചെറിയ വെണ്ടയ്ക്ക തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ചേർത്തിട്ട് കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടുന്ന ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഞാനൊരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ട് ഇതുപോലെ ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനൊരു സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ചെറിയ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ കൊച്ചുള്ളിയും സവാളയൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടുന്നത് വെളുത്തുള്ളിയാണ്. ഞാൻ ഇതുപോലെ ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്കൊരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. പച്ചമുളകും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് കിട്ടുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കത്തില്ല. വെണ്ടയ്ക്ക ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വെണ്ടയ്ക്ക പെട്ടെന്ന് അങ്ങ് സോഫ്റ്റായിട്ട് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. ഉള്ളിയൊക്കെ അതുപോലെ കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് സോഫ്റ്റായി കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് വെണ്ടയ്ക്കൊക്കെ അതിനകത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൊണ്ട് ഇതുപോലെ നന്നായിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം. ഈ സമയത്തിന് നമുക്ക് അതിനകത്തിലോട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാവേ. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതുപോലെ എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ വെണ്ടയ്ക്കയിലെ ആ പശപ്പൊക്കെ മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്കിതുപോലെ വഴറ്റിയെടുക്കേണ്ടി വരും. 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വെണ്ടയ്ക്കയുടെ പശപ്പൊക്കെ മാറി നന്നായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ പശപ്പൊക്കെ മാറി ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലോട്ടൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. അപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടി മല്ലിപ്പൊടിയൊന്നും നമ്മൾ വെണ്ടയ്ക്ക ഇടുമ്പം തന്നെ ചേർത്ത് കൊടുക്കല്ല്. അങ്ങനെ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റിൽ വെണ്ടയ്ക്കയൊക്കെ ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ മാത്രമാണ് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം കറക്റ്റ് പരുവൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ ഏകദേശം റെഡിയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി നമുക്ക് വെണ്ടയ്ക്ക തൈര് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പം വെണ്ടയ്ക്ക തൈര് കറി ഉണ്ടാക്കാനും ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതും ഇച്ചിരി വലുപ്പം ഉണ്ടെന്നേ ഉള്ളൂ. അധികം മൂക്കാത്ത പിഞ്ച് വെണ്ടയ്ക്കയാണ് നമുക്ക് വേണ്ടുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ മെഴുക്ക് പുരട്ടിക്ക് അരിയുന്ന പോലെ നമുക്ക് അരിഞ്ഞെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് നമുക്ക് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാവേ. വെണ്ടയ്ക്ക നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ വെണ്ടയ്ക്ക ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കിയ പരുവത്തിനെക്കാട്ടി കുറച്ചുകൂടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ആയി കിട്ടുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ വെണ്ടയ്ക്ക ഇവിടുന്ന് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ തൈര് കറി കുറച്ച് വെള്ള കളറിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ തേങ്ങയുടെ ആ വെള്ള പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കടുകും കുറച്ച് ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുത്ത പേസ്റ്റ് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ലതായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക തൈര് കറിക്ക് വേണ്ടുന്ന തൈര് നമുക്ക് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ കട്ടയൊക്കെ മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി തൈരൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് സൈഡിലോട്ട് മാറ്റി വെക്കുവാണ്. ഇനി നമുക്ക് തൈര് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് ജീരകമാണ്. ഒരു 1/4 ടീസ്പൂൺ ജീരകവും പിന്നെ കുറച്ച് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഉലുവ നമുക്കൊരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ഒരു 10-20 ചെറിയ ഉള്ളി ഞാൻ പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു കടോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുവാണ്. ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഞാൻ എരിവില്ലാത്ത ഒരു വലിയ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് വഴണ്ട് കിട്ടണം, അതുവരെ ഇളക്കി കൊടുക്കാം. അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടുന്നിടം വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ചേർക്കുന്നത് കറിവേപ്പിലയാണ്. അപ്പം വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. നമ്മൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. 5-6 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ മൂത്തൊരു നല്ല മണമൊക്കെ വരും. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല മൂത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കളറൊക്കെ ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചേക്കുന്ന ആ തേങ്ങയുടെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടത്തക്ക വേണം നമുക്ക് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടെ കഴുകിയിട്ട് ആ ജാറിലെ വെള്ളം നമുക്കിതിലോട്ട് കുറച്ച് വെള്ളമേ ചേർക്കുന്നുള്ളൂ. അതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം വെള്ളമൊക്കെ വറ്റുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ഏകദേശം ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ആ തേങ്ങയൊക്കെ വെന്ത് അതിലെ വെള്ളമൊക്കെ വറ്റുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ തൈര് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ഇട്ട് അടിച്ചു വെച്ചേക്കുന്ന തൈരാണ്. ആ തൈര് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന വെണ്ടയ്ക്കയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് കായപ്പൊടിയാണ്. ഒരു നുള്ള് കായപ്പൊടി ചേർത്താൽ മതിയാകും. അപ്പോൾ ഞാൻ കായപ്പൊടിയും കൂടെ കുറച്ച് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള വെണ്ടയ്ക്ക പച്ചടി അല്ലെങ്കിൽ വെണ്ടയ്ക്ക തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ 2 റെസിപ്പീസും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.